നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ മധ്യമരഞ്ജു എന്ന് പറയുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടെന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ മധ്യമരഞ്ജു നക്ഷത്രങ്ങൾ? അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ഇനി അഥവാ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ സർ? ഈ മധ്യമരഞ്ജു നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മുമ്പ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പലർക്കുള്ളൊരു സംശയം വരുന്നതുകൊണ്ട് അത് നമ്മളെ വിളിച്ചിങ്ങനെ ചോദിക്കാറുണ്ട്. മധ്യമരഞ്ജു നക്ഷത്രങ്ങളിൽ ഒരു വീട്ടിൽ 3 മധ്യമരഞ്ജു നക്ഷത്രങ്ങളിൽ ജനിച്ചതുകൊണ്ട് അവർക്ക് ഇതേവരെ സാമ്പത്തികമായിട്ട് ഉയർച്ചയൊന്നും ഉണ്ടായില്ല എന്നും രോഗങ്ങളും ദുരിതങ്ങളുമാണെന്ന് ജ്യോത്സ്യൻ കണ്ടെത്തി. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ മധ്യമരഞ്ജു, രജ്ജു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് മനസ്സിലാക്കുക. രജ്ജു പൊരുത്തം നോക്കുമ്പോഴാണ് ഈ രജ്ജു പൊരുത്തം വരുന്നത്. ഇപ്പോൾ രജ്ജു എന്ന് പറഞ്ഞാൽ തന്നെ 3 വിരലിൽ നക്ഷത്രങ്ങൾ എണ്ണുന്നതിനാണ് രജ്ജു എന്ന് പറയുന്നത്. അപ്പോൾ 3 വിരലിൽ എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക, അങ്ങനെ 3 വിരലിൽ 27 നക്ഷത്രങ്ങൾ എണ്ണി വരുമ്പോൾ മധ്യവിരലിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മധ്യമരജ്ജു നക്ഷത്രങ്ങൾ. അപ്പോൾ അത്ര സിമ്പിളായ ഒരു കാര്യമാണ്. അതപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ജനങ്ങൾക്ക് ഈ നക്ഷത്രങ്ങൾ അറിയാം, പക്ഷെ ജ്യോതിഷത്തിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണിത്. കാരണം അല്പജ്ഞാനികളായ ജ്യോത്സ്യന്മാരാണ് ഇങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ മധ്യമരജ്ജു എന്ന് പറയുന്നത് തന്നെ 3 വിരലിൽ എണ്ണുമ്പോൾ നടുവിരലിൽ വരുന്നതാണ് മധ്യമരജ്ജു. അപ്പോൾ ഈ മധ്യമരജ്ജു നക്ഷത്രങ്ങളിൽ ജനിച്ചു, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ 3 പേര് ജനിച്ചു, അല്ലെങ്കിൽ 5 പേര് ജനിച്ചു, ആ വീട്ടിലുള്ളവർ മൊത്തത്തിൽ മധ്യമരജ്ജുവിൽ ജനിച്ചാൽ പോലും യാതൊരു ദോഷവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഈ മധ്യമരജ്ജു നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, അവിട്ടം, ഉത്രട്ടാതി, ഇങ്ങനെ മധ്യവിരലിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മധ്യമരജ്ജു നക്ഷത്രങ്ങൾ. അപ്പോൾ ഒരു വീട്ടിൽ 3 പേര് അല്ലെങ്കിൽ 5 പേര് ഇങ്ങനെയുള്ള മധ്യമരജ്ജു നക്ഷത്രങ്ങളിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷവുമില്ല. ഈ മധ്യമരജ്ജു നക്ഷത്രത്തിൽ ജനിക്കുന്നതുകൊണ്ടല്ല സാമ്പത്തിക ഉന്നതി ഇല്ലാതെ പോകുന്നതും, അതേപോലെ തന്നെ കുടുംബത്തിൽ രോഗാവസ്ഥ വരുന്നത്, ജോലി ഇല്ലാതെ വരിക, ഇതൊന്നും മധ്യമരജ്ജു നക്ഷത്രങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മളുടെ അടുത്തൊക്കെ പലരും വിളിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ പറയാനുള്ളൊരു കാര്യം, 27 നക്ഷത്രങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അല്ലാതെ കണ്ടിട്ട് ഇന്ന നക്ഷത്രം നല്ലതാണ്, മറ്റൊരു നക്ഷത്രം മോശമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഈ ജ്യോത്സ്യന്മാരുടെ കണ്ടെത്തലുകൾ തന്നെ വളരെ വിഡിത്തമാണ്. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് പലരും കമൻസ് പറയാറുണ്ട്, ഞങ്ങളൊരു 19 എപ്പിസോഡ് കണ്ടു നോക്കി, അപ്പോൾ എല്ലാത്തിലും ഇങ്ങേരി ഇരുന്നിട്ട് ഈ ജ്യോത്സ്യന്മാരെ കുറ്റം പറയാ, അപ്പോൾ ഇങ്ങേര് മാത്രമേ ജ്യോത്സ്യനുള്ളൂ, ആ രീതിയിലൊക്കെയാണ് കമൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മളെന്താ പറയുന്നത്, നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഒരിക്കലും ജ്യോത്സ്യന്മാരെ കുറ്റം പറഞ്ഞിട്ടില്ല, പൂജയെ കുറ്റം പറഞ്ഞിട്ടില്ല, ഒന്നിനും കുറ്റം പറഞ്ഞില്ല. നമ്മൾ പറയുന്നത് നമ്മൾ വിവരങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് ജനങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കണം, അത് ജ്യോത്സ്യൻ്റെ ധർമ്മം. അപ്പോൾ ഈ ധർമ്മം പാലിക്കാത്ത ജ്യോത്സ്യന്മാർ വിഡിത്ത എഴുന്നള്ളിച്ച് പറഞ്ഞ് എന്തെങ്കിലും ഗോഷ്ഠിയൊക്കെ കാണിച്ചിട്ട് ജനങ്ങൾ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം തട്ടിപ്പാണ്, ആ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അല്ലാതെ ജ്യോത്സ്യന്മാരെ എതിർക്കുന്നില്ല. ജ്യോത്സ്യന്മാരോട് പറയുന്നത് വിവരങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണത അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നും പഠിക്കണത്. അപ്പോൾ അത് തന്നെ പരമ്പരാഗതമായ ഗ്രന്ഥങ്ങളിൽ മാധവീയത്തിൽ എഴുതിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഘോരാശാസ്ത്രത്തിലുണ്ട്. ഇങ്ങനെയുള്ളത് മാത്രമേ ഞങ്ങൾ നോക്കുകയുള്ളൂ. അല്ലാതെ കണ്ട് പുതിയ അറിവുകൾ ഏതൊരു ആചാര്യൻ അത് പുതുതലമുറയ്ക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുത്താലും ഇതൊന്നും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഇതെല്ലാം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ സമ്പ്രദായം പോവുള്ളൂ എന്നെല്ലാം പറയുന്നത് അവരുടെ മുഷ്കാണ്. അപ്പോൾ ആ മുഷ്കിനെ നമ്മൾ വെല്ലുവിളിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ തന്നെ പറയുന്നുണ്ട്, ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന, അങ്ങനെ പറഞ്ഞാണ് തുടങ്ങുന്നത്. അതായത് ജ്യോതിഷത്തിലെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങളാണ് തേടുന്നത്. അല്ലാതെ കണ്ടിട്ട് എല്ലാവരും ഉദ്ദേശിക്കുന്ന പോലെ അവർ പറയുന്ന വിഡ്ഢിത്തത്തിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം അല്ല അത്. ഇപ്പോൾ പലരും കമൻസ് പറയുന്നത് ഇങ്ങനെ പിടിച്ച് ചാനലിൽ നിന്ന് പുറത്താക്കണം, ചാനലുകാർക്ക് തലയ്ക്ക് വെളിവില്ലേ, ആ ഒരു രീതിയിലൊക്കെ കമൻറ്റ് ഞാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അവരോടുള്ള വെല്ലുവിളിയൊന്നും അല്ല പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, ആടറിയുന്നുണ്ടോ അങ്ങാടി നിലവാരം, കാരണം അറക്കാൻ കൊണ്ടാണ് ആടിന് അങ്ങാടിയുടെ നിലവാരം എന്ന് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അതേപോലെയാണ് ഈ കമൻ്റൊക്കെ ഇടുന്ന വിഡ്ഢികളുടെ രീതി എന്ന് മാത്രമേ നമുക്ക് ഇതിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, മധ്യമരജ്ജു നക്ഷത്രങ്ങളിൽ ഒരു വീട്ടിൽ മൊത്തത്തിൽ 10 പേരുണ്ട്, 10 പേര് ജനിച്ചാലും യാതൊരു ദോഷങ്ങളും ഈ മധ്യമരജ്ജുവിൽ ജനിച്ചതുകൊണ്ടൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ മധ്യമരജ്ജു നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ പോലും യാതൊരു തടസ്സം ഉണ്ടാവില്ല. അപ്പോൾ ഇത് തന്നെ ആചാര്യന്മാർ കണ്ടുവച്ചിരിക്കുന്നത് വൈദവ്യ ദോഷം ഉണ്ടാവും എന്ന് പറയാം. അതായത് കല്യാണം കഴിച്ചാൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകും, അല്ലെങ്കിൽ ജീവിത അഭിവൃദ്ധി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഇതാണ് വിഡിതം എന്ന് പറയുന്നത്.
കാരണം 27 നക്ഷത്രങ്ങൾ തമ്മിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൊരുത്തശോധനയിൽ, നമ്മുടെ പൊരുത്തശോധനയിൽ, അല്ലാതെ ഏതൊക്കെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച പൊരുത്തശോധനയെ നമ്മൾ അംഗീകരിക്കുന്നില്ല. കാരണം അംഗീകരിക്കാത്തതെന്ന് വെച്ചാൽ മൂന്നാംകൂറ്, ഷഷ്ടാഷ്ടമം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊരുത്തത്തിൽ വന്നു കഴിയുമ്പോൾ അതുകൊണ്ടാണ് ഡിവോഴ്സ് വരുന്നത് എന്ന് പറയുമ്പോൾ ചിലർ പറയുന്നത്, ഈ ഹിന്ദു എന്ന് പറയുന്ന ആളുകൾ തന്നെ നമ്മളോട് വന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായം അല്ലെങ്കിൽ മുസ്ലിം സമുദായം ഇതൊന്നും നോക്കുന്നില്ല, അപ്പോൾ അവരുടെ ജീവിതത്തിലൊന്നും പ്രശ്നങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നുണ്ടോ? നമ്മൾ ജീവിതത്തിലേക്ക് എത്തി നോക്കിയാലാണ് ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതേപോലെ ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കുക, ഈ ക്രിസ്ത്യനും മുസ്ലിമും ഒക്കെ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ പൊരുത്തം നോക്കി കല്യാണം കഴിക്കുന്നുണ്ട്, മുഹൂർത്തം എല്ലാം നോക്കുന്നുണ്ട്. അവർ മറ്റുള്ളവർ വരുന്ന പോലെ പരസ്യമായിട്ടല്ല, എല്ലാം രഹസ്യമായിട്ടായിരിക്കും. അപ്പോൾ ബോധമുള്ളവർ ബോധ്യത്തോടുകൂടി ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണിത്. അല്ലാതെ കണ്ടിട്ട് നമുക്ക് യുക്തി ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ യുക്തി ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ കാര്യസാധ്യത്തിന് വേണ്ടി, അതായത് ഈ ചെക്കൻ്റെ വീട്ടിൽ കുറച്ച് ധനം കൂടുതലുണ്ട്, നല്ല ജോലിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മളുടെ മകളെ അവിടേക്ക് അയക്കണം. ആ സമയത്ത് ജ്യോത്സ്യൻ ഇത് വേണ്ട എന്ന് പറയുമ്പോൾ ഈ വക യുക്തിയൊക്കെ ഉപയോഗിച്ച് കല്യാണം നടത്തി 3-ാം മാസം ഡിവോഴ്സ് ആകുമ്പോൾ ഈ പറഞ്ഞ ജ്യോത്സ്യനോ നമ്മുടെ യുക്തി കൂടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ജീവിതമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കി മുന്നേറുന്നവർക്ക് വേണ്ടിയിട്ടാണ് ജ്യോതിഷ ശാസ്ത്രം നിലകൊള്ളുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ വിമർശിക്കുന്നവർക്കൊന്നും കുഴപ്പമില്ല. ചിലർ വിമർശിക്കുന്നത് കോടാനുകോടി ദൂരത്തിൽ നിൽക്കുന്ന ഈ നവഗ്രഹങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങളാണോ ഇത്തിരി പോകുന്ന മനുഷ്യൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുന്നത്, പിന്നെ ഈ മനുഷ്യനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാ? മനുഷ്യന് ചാലകശക്തി, ചലനശക്തി അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ഇതെല്ലാം തരുന്നത് ഈ ഗ്രഹങ്ങളല്ലാതെ വേറെ വല്ലവരും തരുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ രാത്രിയും പകലിനൊന്നും യാതൊരു ആവശ്യമില്ല. മുഴുനീള പകലായിരിക്കാം, മുഴുനീള രാത്രി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇതൊന്നും നോക്കാതെ വെറുതെ യുക്തിവാദി എന്ന് പറഞ്ഞിട്ട് തലയിലൊരു തോർത്തും കെട്ടിയിട്ട് യുക്തിവാദിയാണ് ഞാൻ അല്ലെങ്കിൽ ലേബൽ ഒടിച്ചിട്ട് കാര്യമില്ല. യുക്തി പറയുമ്പോൾ നമ്മൾ യുക്തി പറയുന്ന ആൾ തന്നെയാണ്. അത് മനുഷ്യ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള യുക്തി ആയിരിക്കണം യുക്തിവാദി പറയേണ്ടത്. അല്ലാതെ കണ്ടിട്ട് വല്ലവരും കണ്ടിട്ട് കുഴി ചാടിക്കാൻ, ഒരു കയത്തിലേക്ക് ചാടിക്കോ ഞങ്ങൾ രക്ഷപ്പെടുത്താം എന്ന് പറയുമ്പോൾ ചാടാൻ പോണവനെ ആലോചിക്കുക, കയമാണ്, ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. കയം എന്നാൽ ചുഴിയാണ്. ഈ ചുഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര വലിയ നീന്തൽ വിദഗ്ധനോ നേവിയിലെ ആളുകളോ വന്നാലൊന്നും ഈ നേവിക്കാരൻ ചാടില്ല, ആ ചാടിയവൻ അതിൽ തന്നെ തീരുകയും ചെയ്യും. അപ്പോൾ അതേപോലെയാണ് യുക്തിവാദികളുടെ യുക്തിയുടെ പിന്നാലെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോവും. യുക്തി എവിടെ വേണമെങ്കിലും പ്രയോഗിക്കാം, അത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്, മധ്യമരജ്ജു നക്ഷത്രങ്ങളിൽ ഈ വിവാഹം, അതായത് ഭരണിയും പൂയവും, ഇത് മധ്യമരജ്ജു നക്ഷത്രമാണ്. ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ഏതൊരു പൊരുത്തത്തിനേക്കാളും അത്ര കണ്ട് ഉത്കൃഷ്ടമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി സൗഭാഗ്യത്തോടുകൂടി തന്നെ ജീവിക്കും. നിങ്ങൾക്ക് അങ്ങനെ തർക്കമുണ്ടെങ്കിൽ ആര് വേണമെങ്കിലും എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ അവരെ സൗഭാഗ്യത്തോടുകൂടി ജീവിക്കുന്ന ആളാക്കി കാണിച്ചു തരാം. നമ്മളതൊരു വെല്ലുവിളിയായിട്ട് തന്നെ ആർക്ക് വേണമെങ്കിലും വെല്ലുവിളിക്കാൻ കുഴപ്പമൊന്നുമില്ല. കാരണം യുക്തിവാദികൾ ചോദിക്കാറുണ്ട്, സംവാദത്തിന് തയ്യാറാണോ? നമുക്ക് സംവാദത്തിന് അവരുടെ അടുത്ത് പോയി സംവാദത്തിന് പോയിരിക്കാൻ സമയം ഉണ്ടാവില്ല. അവർക്ക് വേണമെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് വരാം. നമുക്ക് ഫ്രീ ഉള്ള ടൈമിൽ അവർക്ക് സംവാദത്തിന് വരാം. ഏത് ചോദ്യത്തിന് വേണമെങ്കിലും എനിക്കറിയാവുന്ന രീതിയിലുള്ള മറുപടി തരാം ജ്യോതിഷ വഴികളിലൂടെ. അല്ലാതെ വാക്കത്തെയും കൊണ്ട് വെട്ടാമന്നവൻ്റെ അടുത്ത് നമ്മൾ കഴുത്ത് നീട്ടി കൊടുക്കുന്ന രീതി സംവാദത്തിന് വരേണ്ട യാതൊരു കാര്യമില്ല. നമ്മളിത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന, അവരുടെ വിജയത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അല്ലാതെ കണ്ടിട്ട് ചിലർ പറയുന്നുണ്ട്, അതേപോലെ നിങ്ങൾ സ്ത്രീകളെ പരിചയണ്ടിരിക്കുകയാണ്, പൂജയ്ക്ക് വരുന്നു. ഇതൊക്കെ ഇവർ വല്ലവരും അറിയുന്നുണ്ടോ? നമ്മളുടെ അടുത്ത് പൂജ എങ്ങനെയാണ്, സ്ത്രീകളാണോ വരുന്നത്, പുരുഷന്മാരാണോ വരുന്നത്? അപ്പോൾ ഇതൊന്നും അറിയാതെ കണ്ട് അങ്ങനെ ഒത്തിരി കമൻസ് വരുന്നുണ്ട്. സ്ത്രീകളെ പരിചയണ്ടിരിക്കുകയാണ്, നിയമ നടപടികൾ നേരിടേണ്ടി വരും, വെല്ലുവിളിക്കുന്ന ആളുകളുടെ അപ്പോൾ നമ്മൾ ഇന്ത്യയിലൊന്നുമല്ല ജീവിക്കുന്നത്, കേരളത്തിലല്ല ജീവിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ നിയമങ്ങളൊന്നും അറിഞ്ഞുകൂടാ, ഒരു പൊട്ടനാണ് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് ചില വിദ്വാൻമാരുടെ മത്സരങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊക്കെ അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സാംബശിവൻ എന്ന ഒരു കാതികനുണ്ടായിരുന്നു. അദ്ദേഹം വ്യാസൻ്റെ ചിരി എന്ന് പറഞ്ഞിട്ടൊരു കഥാപ്രസംഗം ഉണ്ടായിരുന്നു, വ്യാസൻ്റെ ചിരി. അപ്പോൾ അതിൽ അദ്ദേഹം എപ്പോഴും നമ്മുടെ സാമൂഹിക ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അതിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് നല്ല രസത്തിലാണ് കഥയൊക്കെ പറഞ്ഞൊപ്പിച്ച് അവസാനം പറയും, പൊട്ടിച്ചിരിക്കുന്നു വ്യാസമഹാമുനി, വിഡ്ഢികൾ നമ്മളെ നോക്കിയെന്ന്. അതായത് നമ്മളെല്ലാം വിഡ്ഢികളാണ്, നമ്മളെ നോക്കി വ്യാസൻ ചിരിച്ചുകൊണ്ടിരിക്കുകയെന്ന്. ഓരോ മണ്ടത്തരങ്ങൾ നമ്മൾ ചെയ്യുന്നത് നോക്കിയിട്ട് വ്യാസൻ ചിരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം. അപ്പോൾ എനിക്ക് അതിനുള്ള മറുപടി ഇത് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള വിഡ്ഢികളെ നോക്കിയിട്ട് നമ്മുടെ വ്യാസമഹാമുനി പൊട്ടിച്ചിരിക്കാനല്ലാതെ കണ്ടിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് നമ്മളുടെ ശ്രോതാക്കളോട് പറയാനുള്ള കാര്യം, മധ്യമരജ്ജു നക്ഷത്രങ്ങളെ നിങ്ങൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. അതേപോലെ മധ്യമരജ്ജു ആണെങ്കിൽ പോലും മകയിരം, ചിത്തിര, അവിട്ടം ഇത് മധ്യമരജ്ജുവാണ്, പക്ഷേ അനുജന്മ നക്ഷത്രമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തമ്മിൽ ഒരു കാരണവശാലും യോജിക്കാൻ പാടില്ല. അതേപോലെ പൂയം, അനിഴം, ഉത്രട്ടാതി ഇതും മധ്യമരജ്ജു നക്ഷത്രമാണ്. ഇങ്ങനെ വരുന്ന ഈ നക്ഷത്രങ്ങളും യോജിക്കാൻ പാടില്ല. അതേപോലെ ഭരണി, പൂരം, പൂരാടം ഇതും മധ്യമരജ്ജു നക്ഷത്രങ്ങളാണ്. ഇത് തമ്മിലും യോജിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നോക്കണം.
പിന്നെ അതുകൂടാതെ ഇതിൽ തന്നെ മൂന്നാംകൂറ് വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. ഷഷ്ടാശ്രമം വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം നോക്കണം. അല്ലാതെ മധ്യമരഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഷഷ്ടാശ്രമം, മൂന്നാംകൂറ്, അതേപോലെ ശത്രുക്കൾ തമ്മിലുള്ള കെട്ട്, ഇതൊന്നും ഈ മധ്യമരഞ്ജുവിനെ അനുകൂലിക്കുന്നു പറഞ്ഞതിനുള്ള മറുപടി ആവില്ല. അപ്പോൾ ഈ പൊരുത്തശോധനയിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കി പറയാം. എന്നിരുന്നാലും മധ്യമരഞ്ജു നക്ഷത്രങ്ങളിൽ ഒരു വീട്ടിൽ 10 ആൾ ജനിച്ചാൽ പോലും യാതൊരു വിധത്തിൽ അവർക്ക് തടസ്സങ്ങളുണ്ടാവില്ല. തടസ്സം വരുന്നതെല്ലാം നെഗറ്റീവ് എനർജികൾ, നമ്മൾ ഉപദ്രവിക്കുന്ന നെഗറ്റീവ് എനർജികളുടെ അതിപ്രസരം കൊണ്ട് മാത്രമാണ് തടസ്സം ഉണ്ടാവുള്ളൂ. അതിനെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അതിന് നല്ല കഴിവും പ്രാപ്തിയുള്ള ഒരു ആചാര്യൻ്റെ സഹായം തേടുന്നതായിരിക്കും ഉത്തമം. ഏതായാലും ഇന്നത്തെ സെഗ്മെന്റ് പൂർത്തിയാകുന്നതിന് മുൻപ് പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി അറിയിക്കട്ടെ. പലപ്പോഴും പല കോളുകളും അറ്റൻഡ് ചെയ്യപ്പെടാതിരിക്കുന്നു എന്നുള്ള കംപ്ലൈൻറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതിയും അറിയിക്കാം. ഞങ്ങൾക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു സെഗ്മെന്റിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.